എല്ലാവർക്കും മോപ്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രൈമറി മെമ്മറി എന്നറിയപ്പെടുന്ന റാമിൻ്റെ കംപ്ലൈൻറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം മെമ്മറി എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റയെ സ്റ്റോറേജ് ചെയ്യുന്നതാണ് മെമ്മറി. സോ മെമ്മറിയെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മെമ്മറി, അതുപോലെ തന്നെ പ്രൈമറി മെമ്മറികൾ. ഇതിനകത്ത് പ്രൈമറി മെമ്മറിയിൽ വരുന്ന റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയും. ഒരു ടെമ്പററി ഡാറ്റ സ്റ്റോറേജ് ആണ്. അതായത് കറണ്ടുള്ള സമയത്ത്, പവറുള്ള സമയത്ത് മാത്രം ഡാറ്റകളെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ കഴിയുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ വോൾട്ടൈൽ മെമ്മറി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്, ടെമ്പററി ഡാറ്റ സ്റ്റോറേജ് മെമ്മറി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സോ ഒരു റാം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, ലാപ്ടോപ്പിലാണെങ്കിലും ശരി, ഡെസ്ക്ടോപ്പിലാണെങ്കിലും ശരി, ഒരു റാം നമ്മൾ ടൈപ്സ് ഓഫ് റാമുകൾ ഡിസ്കഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു റാം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, മെയിൻലി അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അതിൻ്റെ സൈസിൽ വരുന്ന മാറ്റങ്ങളായിരിക്കും. അതായത് നമ്മൾ കപ്പാസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു റാമിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഓരോ റാമുകൾ കാറ്റഗറി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ വോൾട്ടേജ്, പവർ സപ്ലൈ, ഓരോ റാമിൻ്റെയും വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ വോൾട്ടേജ് വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പിന്നുകളിൽ വ്യത്യാസം വരും. ഓരോ റാമിൻ്റെയും പിന്നുകളിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 2-3 കാറ്റഗറൈസ്ഡാണ് നമ്മൾ ടൈപ്സ് ഓഫ് റാമുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. സോ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റും ഇത് ഏത് റാമാണ് ഉപയോഗിക്കുന്നത്. ഓരോ റാമിൻ്റെയും മുകളിലായിട്ട് ലേബൽ, ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. DDR1 ആണോ, DDR2 ആണോ, DDR3 ആണോ, DDR4 ആണോ, DDR5 ആണോ, ഇങ്ങനെ ഓരോ റാമിൻ്റെയും മുകളിൽ ഓരോ ലേബൽ ഉണ്ടായിരിക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെമ്മറിയുടെ സ്ലോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഏത് റാമാണ് എന്നുള്ളത്. നമുക്ക് ആ മെമ്മറിയുടെ സ്ലോട്ടിൽ വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് റാമിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണ് വരിക? ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റുകൾ, അതായത് ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കംപ്ലൈൻറ്റ്സുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് സിസ്റ്റത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള കംപ്ലൈൻറ്റ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു 80% കംപ്ലൈൻറ്റുകളും നമുക്ക് സിസ്റ്റത്തിൽ കാണാൻ പറ്റും. ഐ മീൻ മോണിറ്ററിൽ, അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഡിസ്പ്ലേ സെക്ഷൻസിൽ കാണാൻ പറ്റും. അതായത് മോണിറ്ററിൽ ഡിസ്പ്ലേ ഒക്കെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഇത് ഇന്ന ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഇന്നതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കേസ് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്, അതായത് ഡിസ്പ്ലേ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ്സ് കൂടിയാണ് റാമിനകത്ത് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റാം കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ കഴിയില്ല. സിസ്റ്റം വർക്കിംഗ് ആയിരിക്കും, പക്ഷേ ഡിസ്പ്ലേ ഔട്ടായിരിക്കും. കാരണം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള മെമ്മറി ഷെയർ ചെയ്യുന്നത് നമ്മുടെ റാമിൽ നിന്നാണ്. അപ്പോൾ പ്രൈമറി മെമ്മറി ആയിട്ടുള്ള റാമിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. സോ ഒന്നിലധികം റാമുകൾ ഉപയോഗിക്കുമ്പോൾ മെമ്മറി ഫെയിലിയർ സംഭവിക്കാറുണ്ട്. ഒന്നിലധികം റാമുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത്, എക്സാമ്പിൾ ഒരു 4GB റാമാണ് നമ്മളൊരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 സ്ലോട്ടിനകത്ത് 2GB വെച്ചിട്ടായിരിക്കും റാം ആഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ അതിനകത്തൊരു 2GB ഫെയിലിയർ ആണെങ്കിൽ പോലും ആ നിലവിലുള്ള 2GBയിൽ നിന്ന് എന്ത് ചെയ്യും, സിസ്റ്റം വർക്കാവും. ബട്ട് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ 2GBയുടെ പെർഫോമൻസ് ആ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം, ഇങ്ങനത്തെ ഒരു കംപ്ലൈൻസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് നമുക്കത് ഓവർകം ചെയ്യാന്നുള്ളതാണ്. മെയിൻലി മെമ്മറി കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഉണ്ടാവില്ല. സോ നോ ഡിസ്പ്ലേ ആയിരിക്കും. ഡിസ്പ്ലേ കിട്ടാത്ത ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 80% എന്തായിരിക്കും, റാമിൻ്റെ കംപ്ലൈൻറ്റിനായിരിക്കാണ് സാധ്യത. ഓക്കെ, സോ ഡിസ്പ്ലേ, അതായത് അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഔട്ടിംഗ് ആണ്. ഡിസ്പ്ലേ ഉണ്ടാവില്ല, സിസ്റ്റത്തിനകത്ത് ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ ആ ഡിസ്പ്ലേ ഇല്ലാത്ത സമയത്ത് പോലും നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും ആ പ്രൊഡക്റ്റിൻ്റെ സൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് എന്താണ് കംപ്ലൈൻറ്റ്, എങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റാമിനകത്തുള്ള കംപ്ലൈൻറ്റിൻ്റെ സൗണ്ട് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ബീപ്പ് കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 3 ബീപ്പ് കോഡ് വരും. നോ ഡിസ്പ്ലേ ആണ് ഔട്ടിങ് ഉണ്ടാവുക. ഡിസ്പ്ലേ ഒന്നും കാണാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ബീപ്പ് വരുന്നുണ്ട്. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, നമ്മുടെ റാമിൻ്റെ ഫെയിലിയർ ആവാം.
ഓക്കെ. സോ ചെക്ക് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ റാമിൻ്റെ ഇഷ്യൂസ് വരുന്നതിലൊരു കംപ്ലൈൻറ്റ് ഡിസ്പ്ലേ ഇഷ്യൂസ് ഇങ്ങനത്തെ ഒരു കേസാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം റാമിൻ്റെ ഇഷ്യൂസ് തന്നെയാണ്. സോ റാമിൻ്റെ ഫെയിലിയർ ആയിരിക്കാം. റാം നമുക്ക് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ പോർട്ടുകൾ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ റാം നമ്മുടെ മദർ ബോർഡിൽ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കേസ്. രണ്ടാമത്തെ മെമ്മറിയുടെ ഇഷ്യൂസ് വർക്കിംഗ് കണ്ടീഷനായി ഇരിക്കുന്ന സമയത്ത് തന്നെ മെമ്മറി ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. അതായത് റാമിൻ്റെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് വരില്ല. അതായത് എന്തെങ്കിലും ഒരു സിഗ്നൽ ഇഷ്യൂസുകൾ ഉണ്ടാവും. നമുക്ക് ഭയങ്കര ഒരു സ്ക്രാച്ച് ആയ പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റക്കായിട്ടുള്ളൊരു ഡിസ്പ്ലേ ഔട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഡിസ്പ്ലേ എന്താണ്, റാമിൻ്റെ ഇഷ്യൂസ് തന്നെ ആയിരിക്കും അതോ വീഡിയോയുടെ ഇഷ്യൂസ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ നെക്സ്റ്റ് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമിൻ്റെ ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മെമ്മറി MEM എന്ന് പറയുന്നൊരു കമാൻഡ് ഉണ്ട്, MEM എന്ന് പറയും. സോ മെമ്മറി ചെക്കിംഗ് ആണ്, പ്രൈമറി മെമ്മറി ചെക്കിങ്സ് ആണ്. സോ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും മെമ്മറി ഇഷ്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കമാൻഡ് ത്രൂ ഔട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ CHK DSK എന്ന് പറയുന്നൊരു കമാൻഡ്സ് ഉണ്ട്, ചെക്ക് ഡിസ്ക് എന്ന് പറയും. അതൊരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ, അതായത് നമ്മുടെ ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ DVD, നമ്മുടെ SSD ഡ്രൈവുകളൊക്കെ സെക്കൻഡറി സ്റ്റോറേജിൽ വരിക. അപ്പോൾ ഇതിൻ്റെ പാർട്ടീഷൻ ലാബിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെമ്മറി സെക്ഷൻസിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെമ്മറി നമുക്ക് കപ്പാസിറ്റി കൂടിയ മെമ്മറികൾ നമുക്ക് ഉപയോഗിക്കാം. പെർഫോമൻസിനനുസരിച്ച് നമുക്ക് മെമ്മറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും മെമ്മറിയെ. ഇപ്പോൾ ഓൾറെഡി 8GB കപ്പാസിറ്റിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും നമുക്ക് ബോർഡിനകത്ത് സപ്പോർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അപ് ടു 32GB വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ പിന്നെ നമുക്ക് ഇതിന് മെമ്മറി ഇതിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈമറിലി മെമ്മറി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Ctrl+Alt+Delete എന്ന് പറയുന്ന ടാസ്ക് ബാർ മാനേജറിൽ തന്നെ ഇതിൻ്റെ മെമ്മറി യൂണിറ്റ്, മെമ്മറി സെക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ MSINFO32 എന്ന് പറയുന്ന കമാൻഡ്, MSINFO32 എന്ന് പറയുന്ന കമാൻഡ്സ് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ്ലി കിട്ടുന്നു. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി സെക്ഷൻസിനെ നോക്കാം. അതുപോലെ തന്നെ ഡയറക്റ്റ് ആക്സസ് എന്ന് പറയുന്ന വേറൊരു കമാൻഡ്സ് ഉണ്ട്, ഡയറക്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്ക് മെമ്മറിയെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മെമ്മറിയുടെ പെർഫോമൻസ്, മെമ്മറി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് നമുക്ക് വേണമെങ്കിൽ നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു മെമ്മറിയുടെ മൊത്തം ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ആപ്ലിക്കേഷൻസ് ഇല്ല, മെമ്മറി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ളൊരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ ഒരു OS റൺ ചെയ്യുന്നില്ല എന്നുള്ള കേസിലാണെങ്കിൽ പോലും നമ്മുടെ റാമിനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോസിനകത്ത് കയറാൻ പറ്റും. പ്രോഗ്രാമാണ്, ജസ്റ്റ് ബയോസിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉപയോഗിക്കുന്ന റാം ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. ഓക്കെ. സോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. സോ താങ്ക് യു.